അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ശവ്വാലിലെ ആദ്യത്തെ തിങ്കളാഴ്ച രാവാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്ന ഈ ഒരു അറിവ് നാളത്തെ മഹ്ശറയിൽ പോലും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ നിങ്ങളെ സഹായിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടിട്ടുള്ള 2 നാമങ്ങളെ കുറിച്ചിട്ടാണ്. ഈ 2 നാമങ്ങളെ നിങ്ങൾ പകൽ സമയത്ത് ഏതെങ്കിലും ഒരു സമയം നല്ല വൃത്തിയോടുകൂടി ശുദ്ധിയോടുകൂടി ഒളു എടുത്ത് പൂർണ്ണമായിട്ടുള്ള ഒളു എടുത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. അതിനുശേഷം അതേ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് യാ അർഹമർ റാഹിമീൻ എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള നാമത്തിനെ 3 വട്ടം നിങ്ങൾ പറയുക. ഉടനെ തന്നെ യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന അള്ളാഹുവിൻ്റെ മറ്റൊരു നാമത്തിനെ 7 വട്ടവും നിങ്ങൾ ചൊല്ലുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മഹ്ശറയിൽ നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന അള്ളാഹുവിൻ്റെ ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം എന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഇസ്മുകളെയും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കൊണ്ട് കൈകൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്യുക. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിനോട് പറഞ്ഞു, നബിയെ, നാളത്തെ മഹ്ശറയെക്കുറിച്ച് ആലോചിച്ചിട്ട് അവിടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് പേടിയാകുന്നു നബിയെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മുത്ത് റസൂൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞു കൊടുത്തതാണ് യാദൽ ജലാലി വൽ ഇക്റാം എന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമത്തിനെ പതിവാക്കുന്ന, അതായത് ദിവസവും ചൊല്ലുന്നവന് ഒരിക്കലും മഹ്ശറയിലുള്ള ഒരു കാര്യത്തിനെക്കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. അല്ലാഹു തആല അവന് എല്ലാം എളുപ്പമാക്കുകയും സ്വർഗീയ ലോകത്തേക്ക് അവൻ പെട്ടെന്ന് പ്രവേശിക്കുകയും ചെയ്യുന്നതാണ് എന്നത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ ഒരു അറിവ് നിങ്ങൾക്ക് അറിയുന്ന ആ നിമിഷം തൊട്ട് നിങ്ങളും 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് യാ അർഹമർ റാഹിമീൻ യാദൽ ജലാലി വൽ ഇക്റാം എന്ന അള്ളാഹുവിൻ്റെ ഈ 2 ഇസ്മുകളെയും ദിവസവും നിങ്ങൾ 7 വട്ടം ചൊല്ലുക. വളരെ കുറഞ്ഞ സെക്കൻഡുകൾ മതി നമുക്കിത് ചൊല്ലുവാൻ. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ഈ ഇസ്മുകൾ ചൊല്ലിക്കൊണ്ട് നമ്മൾ കൈകൾ ഉയർത്തി ആത്മാർത്ഥതയോട് കൂടി ദുആ ചെയ്താൽ അല്ലാഹു തആല ആ ദുആ പെട്ടെന്ന് കബൂലാക്കുകയും ചെയ്യുന്നതായിരിക്കും എന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക.